യു പി എസ് സിയുടെ സിലബസിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യു പി എസ് സി എക്സാമിനേഷൻ എത്ര സ്റ്റേജിലാണ് നടക്കുന്നത്? ഇതൊന്ന് ആർക്കെങ്കിലും പറയാം. യു പി എസ് സി എക്സാമിനേഷൻ എത്ര സ്റ്റേജിലാണ് നടക്കുന്നത്? എനിവൺ? 3 സ്റ്റേജസ്. ഓക്കെ, 3 സ്റ്റേജസ് എന്നുള്ളതിലും എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ എതിരഭിപ്രായമുള്ള ഒരാളുണ്ട്. ആരാണ്? യു പി എസ് സി പറയുന്നത്, നമ്മൾ യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പരീക്ഷ 2 സ്റ്റേജുകളിലാക്കി നടത്തുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2 സ്റ്റേജുകൾ 3 ലെവലുകളായിട്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷനും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷനും. ഈ മെയിൻസിൽ തന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് റിട്ടൺ ഉണ്ട്, 2 പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. ആ റിട്ടണിൻ്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെയും ക്യുമുലേറ്റീവ് മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്. ഇപ്പോൾ യു പി സി നോട്ടിഫിക്കേഷൻ്റെ അകത്ത് സിവിൽ സർവീസ് എക്സാമിനേഷൻ 2 സ്റ്റേജുകളിലായിട്ടാണ്, ഒന്ന് പ്രിലിമിനറി ഒന്ന് മെയിൻസ്. പക്ഷേ നമുക്കറിയാം 3 സ്റ്റേജ് അല്ലെങ്കിൽ 3 ലെവലുകളാണ്. എന്ന് വെച്ചാൽ പ്രിലിംസ് പാസ്സാവുന്നു, നമ്മൾ മെയിൻസ് എഴുതുന്നു, മെയിൻസ് പാസ്സാവുന്നു, നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നു, എന്നൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മെയിൻസ് എക്സാമിനേഷൻ്റെ പാർട്ട് തന്നെയാണ് റിട്ടൺ ആയിട്ട് എഴുതുന്നതും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതും. ഇതിൽ റിട്ടണിൻ്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെയും ക്യുമുലേറ്റീവ് സ്കോർ എടുത്തിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യു പി എസ് സി നോട്ടിഫിക്കേഷനിൽ 2 സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രിലിംസ് മെയിൻസ്.